ഗൈസ്, വെൽക്കം ബാക്ക് ടു സെബി സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ചോക്ലേറ്റ് കേക്കോ അല്ലെങ്കിൽ ഒരു മദർ കഴിക്കാൻ വേണ്ടി ഭയങ്കര ക്രേവിങ്സ് വന്നു. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ കുറേ സാധനങ്ങളും വേണം, കുറേ സമയം വേണം. അപ്പോൾ എനിക്ക് വയ്യ ഗൈസ്, നല്ല മടിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പാത്തുൻ്റെ ഓറിയോ എടുക്കാമെന്ന്. അതാകുമ്പോൾ നമുക്ക് ഓറിയോ കേക്ക് ഉണ്ടാക്കാം. ഭയങ്കര ഈസിയാണ് ഓറിയോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആകെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്ക് അതിന് ആവശ്യമുള്ളൂ. ഈസി എന്ന് വെച്ചാൽ നല്ല ഈസിയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ വീട്ടിലില്ല പാത്തു. അപ്പോൾ പാത്ത് വരുമ്പോഴത്തേന് നമുക്ക് ഈ കേക്കൊക്കെ ഉണ്ടാക്കി അവൾ സർപ്രൈസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നമുക്കിത് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതിനായിട്ട് വേണ്ട സാധനങ്ങൾ കഴിച്ചിട്ടാ ഓറിയോ വേണം. ഞാനൊരു 2 പാക്കറ്റ് കൂടുതൽ ഓറിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഷുഗർ, അതുപോലെ ബേക്കിംഗ് പൗഡർ, പിന്നെ മെൽറ്റഡ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ ബാറ്ററിൽ ഒഴിക്കാനല്ല. പിന്നെ നമുക്ക് പാലാണ് വേണ്ടത് കേട്ടോ. ഒരു കേക്ക് ബേസിക്കായിട്ട് നമുക്ക് ഓറിയോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ ഇത് മാത്രം മതി. മെൽറ്റഡ് ചോക്ലേറ്റിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മൾ എക്സ്ട്രാ മേലെ ടോപ്പിംഗ് ആയിട്ട് ഒഴിക്കുന്ന സാധനമാണ് കേട്ടോ മെൽറ്റഡ് ചോക്ലേറ്റ്. അപ്പോൾ ഈ ഒരു സാധനം മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ബേസ് റെഡിയാക്കി എടുക്കാൻ പറ്റും, കേക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ഓറിയോ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഓറിയോയിലത്തെ ക്രീം നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. അത് നമുക്ക് വേറൊരു പാത്രത്തിലും ഓറിയോ നമുക്ക് വേറൊരു പാത്രത്തിലായിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ തുറന്നിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യണം. മാറിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഇതിലാണ് കേട്ടോ ഞാൻ ഇടുന്നത് ക്രീം. ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇത് നമ്മൾ വേറെ വേറെ ടൈമിലാണ് നമ്മളിത് യൂസ് ചെയ്യുക. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓറിയോ ഇതിലിട്ടിട്ട് ഇതുപോലെ ക്രീം വേറെയിലിടാം. അപ്പോൾ ഗൈസ് ഞാൻ ഇത് ഫുള്ള് ചെയ്തിട്ട് വരാം കേട്ടോ. ഗൈസ് നമ്മളിതാ രണ്ട് പാത്രത്തിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഓറിയോൻ്റെ ക്രീമും അതുപോലെ ഇത് ഓറിയോ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഓറിയോ ഫുള്ള് പൊടിച്ചെടുക്കണം കേട്ടോ ഗൈസ്. ഇത് ഫുള്ള് ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഓറിയോ പൊടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാരയും പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ഓറിയോ നമുക്ക് ഇടാം. ഓറിയോ ഇട്ട് കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് ഷുഗർ നമുക്ക് കുറച്ച് ഇടാം. പിന്നെ നമുക്ക് മധുരത്തിനനുസരിച്ച് നമുക്ക് ഇട്ടാൽ മതി. ഓറിയോ ബിസ്ക്കറ്റ് ഓൾറെഡി മധുരം ഉണ്ടാവും, നമുക്ക് കുറച്ച് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഇടാം കേട്ടോ ഗൈസ്. ബേക്കിംഗ് പൗഡർ ഇടാം. ഓക്കെ, കുറച്ച് ഇടുന്നുള്ളൂ. എനിക്കത് വലിയ അറിവില്ല. ഞാനൊരു വലിയ അളവിനനുസരിച്ച് ഇതിൻ്റെ ഒരു ഇതിൽ ഇടുന്നുണ്ട്. കുറച്ച് വലിയ അറിവില്ല. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യും കേട്ടോ ഗൈസ്. ഇത് നമുക്ക് ജസ്റ്റ് ആദ്യം ഡ്രൈ മിക്സ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പാൽ ഒഴിക്കാം. അപ്പോൾ ഗൈസ് നമ്മളിതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്റർ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ? ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിക്കണം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കാം. അളവൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി ഞാനിത് ബേക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ കേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇത് ഒഴിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സ്പ്രെഡ് പോലത്തെ സംഭവം. ഇതിനിപ്പോൾ എന്താ പറയുന്നത് അറിയില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീമും പാലും അതുപോലെ കോൺഫ്ലവർ അല്ലമ്മ കോൺഫ്ലവർ ഒക്കെ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഓർമ്മയില്ലായിരുന്നു ബേസ്. അപ്പോൾ അതും വെച്ചിട്ടാണ് ഉണ്ടാക്കിയുള്ളത്. ഇതിങ്ങനെ നമുക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കേക്ക് നല്ല സോക്കായിട്ട് വരും, നല്ല സോഫ്റ്റ് ആവും. ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതാ അതിൻ്റെ ഉള്ളിൽ ഫുൾ ഒഴിച്ചു. അടുത്ത ലെയർ കേക്ക് വെച്ചു. ഇതിൻ്റെ മേലെ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി ഇതാ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഒഴിക്കാം. ഓക്കെ, ഇതേലാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇങ്ങനെ ഒഴിച്ചാൽ മതി കേട്ടോ. സെൻറ്ററിൽ തന്നെ ഞങ്ങൾ കൊണ്ടുപോയി ഒഴിച്ചാൽ മതി. ഇനി ചോക്ലേറ്റൊക്കെ ഒഴിച്ച് കേക്ക് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് മുറിക്കാം. അതിനായിട്ട് നമുക്ക് പാത്തുവിനെ കൂടി വിളിക്കാം ഗൈസ്. പാത്തു ആയോ? അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ പാത്തുവിനായിട്ടാണ് നമ്മൾ കേക്ക് മുറിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് കേക്ക് നമുക്ക്
മുറിച്ചിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം കേട്ടോ. അപ്പൊ ഗൈസ് നമുക്ക് കേക്ക് കഴിച്ചു നോക്കാം. പാത്തൊന്ന് കൊടുക്കും. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഞാൻ കഴിച്ചു നോക്കാം. ചോക്ലേറ്റ് നല്ല പിടിച്ചിട്ടുണ്ട് ഗൈസ്. അടിപൊളി, നല്ല ചോക്ലേറ്റ് ആണ് ഗൈസ്. അപ്പൊ ഗൈസ് എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യുക. ഇങ്ങനെ അതാണ്. അപ്പൊ നല്ലോണം ഇതുപോലെ ചോക്ലേറ്റ് ഒഴിച്ചിട്ട് നല്ല കണ്ട ഇങ്ങനെ നല്ല ഇതായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാറുണ്ടെങ്കിൽ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.